ഹലോ, വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. നല്ല സോഫ്റ്റ് ലെയേർഡ് പൊറോട്ട, കേരള പൊറോട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കിനി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാനിവിടെ മൈദ യൂസ് ചെയ്തിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് മൈദക്ക് പകരം വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടിയും യൂസ് ആക്കാം. അത് അബ്സല്യൂട്ട്ലി നമ്മുടെ ചോയ്സാണ്. മൈദയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്തുണ്ടാക്കിയാൽ മതി. നല്ല സോഫ്റ്റ് ലെയർഡ് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 1 കിലോ മൈദ വെച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ മൈദക്ക് എത്രത്തോളം ഇൻഗ്രീഡിയൻസ് യൂസ് ആക്കണം എന്നൊക്കെ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ. ഞാനിവിടെ 1 കിലോ മൈദക്ക് 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നടുവിലൊരു ഹോൾ പോലെ ആക്കിയിട്ട്, ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. ഞാൻ ശ്രദ്ധിക്കാണ്ട് ഫസ്റ്റ് ഡയറക്റ്റ്ലി ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ പ്ലെയിൻ സർഫസ്ക്കാണ് പോയി. അപ്പോൾ ബെറ്റർ നമ്മൾ നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ആ 2 മുട്ട ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാം പാടെ അന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ട പരുവത്തിലാക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പാണ് യൂസ് ആക്കിയത് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ആദ്യം ഈ മുട്ടയും പഞ്ചസാരയും ഉപ്പും സോഡാപ്പൊടിയും ഈ മൈദയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ഡയറക്റ്റ്ലി 2 കപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കല്ല, ഇത്തിരിച്ച് ഒഴിച്ച് മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാവ് ആ ഒരു കുഴക്കേണ്ട പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത്തിരിച്ച് ഒഴിച്ച് ആ ഒരു കുഴക്കേണ്ട പരുവത്തിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ എത്രത്തോളം മാവ് കുഴക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആണോ ഹാർഡാണോ എന്ന് ഉണ്ടാവുക. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്താലും നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടാം. അപ്പോൾ നമ്മുടെ മാവ് കുഴക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക കേട്ടോ. നല്ല പോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുമോ ഹാർഡായിട്ട് കിട്ടുമോ എന്നറിയാം. നല്ല പോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർഡ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. സോ നല്ല പോലെ കുഴച്ചെടുക്കാം. മാവ് നമ്മൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മാവിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പുറത്ത് നല്ല പോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പുറം ഭാഗം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം കൂടിയും അടിഭാഗം കൂടിയിലും എത്തണ്ടേ. അപ്പോൾ അടിഭാഗത്തും എത്തുന്ന രീതിയിൽ അത് മറിച്ചിട്ടിട്ട് അവിടെയും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന് കവർ ചെയ്ത് വെക്കണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് നനച്ച് വേണം ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കാൻ. ഇതിൻ്റെ മുകളിൽ ഇത് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് മിനിമം 1 ഹവറെങ്കിലും വെക്കണം. അറ്റ്ലീസ്റ്റ് 1 ഹവറെങ്കിലും വെക്കണം. 1 മണിക്കൂറിനേക്കാളും കൂടിപ്പോയാലും കുഴപ്പമില്ല, 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ആക്ച്വലി മിനിമം 1 ഹവർ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ കോട്ടൺ ക്ലോത്താണ് വെക്കുന്നത്. അപ്പോഴും നമ്മൾ മാവ് കവർ ചെയ്യേണ്ടത് നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ്. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നനഞ്ഞ കോട്ടൺ ക്ലോത്ത് മാവിൻ്റെ മുകളിൽ നിന്ന് എടുത്തു മാറ്റാം. മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വിസിബിൾ ആയിരിക്കും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ആപ്പിൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഒരു ആപ്പിളിൻ്റെ ഒക്കെ വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് മാവ് എടുക്കാം. പിന്നെ ഈ മുഴുവൻ മാവും ഇതുപോലെ ഇങ്ങനെ
റൗണ്ട് ആക്കിയിട്ട് ഒരു ബോൾ പോലെ, ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് വെക്കാം. നമ്മളങ്ങനെ മുഴുവൻ മാവും ഇങ്ങനെ റൗണ്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അഗെയിൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ മാവിനും നല്ല പോലെ ഫുൾ കവർ ചെയ്യുന്ന പോലെ ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം. നമ്മളങ്ങനെ മുഴുവൻ മാവിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്ത്, നല്ല ക്ലീൻ ആയിട്ടുള്ള നനഞ്ഞ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് എടുത്ത് പരത്തണം. ഞാൻ ഇതിന്നൊരു മാവ് എടുത്ത് ഫസ്റ്റ് കൈ കൊണ്ട് നല്ല പോലെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് പരത്തുമ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാവ് എടുത്ത് നല്ല പോലെ വീശി അടിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇതുപോലെ വീശി അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോ വെറീസ്, നമ്മൾ സാധാ ചപ്പാത്തി പരത്തൂലേ അതുപോലെ നല്ല പോലെ നീളത്തിൽ നല്ല തിന്നാക്കി പരത്തിയെടുത്താൽ മതി. നല്ല പോലെ വലിപ്പത്തിൽ തിന്നാക്കി പരത്തിയെടുക്കാം. പിന്നെ അതുപോലെ കൈ വെച്ചിട്ടും ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ വീശി അടിക്കാൻ വയ്ക്കാത്തവർ കേട്ടോ. വീശി അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സാധനം കൊണ്ട് നല്ലപോലെ പരത്തി കൈ വെച്ച് പരത്തി ഇതുപോലെ ഇങ്ങനെ നല്ല നീളത്തിലാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ചിങ്ങനെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു കത്തി വെച്ച് ഇതിൻ്റെ ഹാഫ് പോർഷനാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഹാഫ് പോർഷനാക്കി രണ്ട് ഭാഗമായി കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കണം, ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ എൻഡ് പോർഷന് ഇടയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെരി സിമ്പിൾ. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി മാവും ഇതുപോലെ പരത്തി റോൾ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാവും പരത്തിയെടുക്കണം. നമുക്ക് മാവ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി റോളർ വെച്ചിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. കൈ വെച്ച് പരത്തിയെടുക്കുകയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക്
നമുക്കിനി എല്ലാ മാവും ഇതുപോലെ കൈ വെച്ച് പരത്തിയെടുക്കാം. ഞാനിവിടെ മുഴുവൻ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചുട്ടെടുക്കണം. അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി നല്ല പോലെ ചൂടായാൽ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഈ ചട്ടിയിൽ നമുക്ക് അറ്റ് എ ടൈം 3 പൊറോട്ട ചുട്ടെടുക്കാം. നമ്മുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാനിലും കാസ്റ്റ് അയൺ പാനിലൊക്കെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ പാൻ ഉള്ളത് അതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്കിനി ഓരോ പൊറോട്ടൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു സൈഡ് അങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് എപ്പോഴാണ് മറിച്ചിടാന്ന് മനസ്സിലാവുന്ന വെച്ചാൽ ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊറോട്ടൻ്റെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ആ സൈഡൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. പൊറോട്ട ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ചൂടോടെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നല്ല പോലെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നും ഇങ്ങനെ ലെയേർഡ് ആണ് എന്നുള്ളതും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആൻഡ് ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നമ്മളങ്ങനെ മുഴുവൻ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളിവിടെ 1 കിലോ പൊടി വെച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. 1 കിലോ മൈദ വെച്ചിട്ട് നമുക്ക് 20 മുതൽ 22 പൊറോട്ട വരെ ഉണ്ടാക്കാം. പൊറോട്ടൻ്റെ സൈസിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരാം. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് ആക്ച്വലി. ഇനി നമുക്ക് നല്ല ചൂടുള്ള മുരിഞ്ഞ പൊറോട്ടയും ബീഫ് വരട്ടിയതും തേങ്ങാപ്പാലും കൂട്ടിയൊരു പിടി പിടിക്കാം. ദിസ് ഇസ് ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. ഞാനിവിടെ 2 പൊറോട്ട എടുത്ത് അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാർന്ന് കുതിർത്ത് അതിലേക്ക് നമ്മൾ നല്ല പോലെ കുരുമുളകിട്ട് വരട്ടിയെടുത്ത ബീഫും കൂട്ടി കഴിക്കുകയാണ്. തനി നാടൻ രീതിയിൽ കുരുമുളകിട്ട് വരട്ടിയെടുത്ത ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചാനൽ നോക്കിയാൽ മതി, കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതാണ്. പൊറോട്ടയും ബീഫും ഒരു എവർഗ്രീൻ കോമ്പിനേഷൻ തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു കോമ്പിനേഷനോടുള്ള ആക്സെപ്റ്റൻസ് എസ്പെഷ്യലി മലയാളികൾക്ക് വേറെ എന്തിനോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഏത് നാട്ടിൽ പോയാലും നമ്മൾ മലയാളികൾക്ക് ക്രേവിങ്സ് ആവുന്ന ഒരു ഡിഷാണ് പൊറോട്ടയും ബീഫും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്.